ഭരണ തുടർച്ചയില്ല. സംസ്ഥാനത്ത് UDF മേൽക്കൈ. നേമത്തും കഴക്കൂട്ടത്തും BJP എന്ന പ്രമുഖ മാധ്യമങ്ങളുടെ സർവേ ചർച്ചയാവുകയാണ്. കേരളത്തിലും തമിഴ്നാട്ടിലും NDA സർക്കാർ ഉണ്ടാക്കുമെന്ന അവകാശവാദവുമായി BJP രംഗത്തുണ്ട്. ഇതിനിടയിലാണ് തിരുവനന്തപുരത്ത് 2 മണ്ഡലങ്ങളിൽ BJPക്ക് സാധ്യതയെന്ന സർവേകൾ ചർച്ചയാകുന്നത്. സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF മുന്നിലെത്തുമെന്ന ഇലക്ഷൻ സർവേ. 69 മുതൽ 81 വരെ സീറ്റുകൾ UDF നേടിയേക്കാമെന്നാണ് പ്രവചനം. 57 മുതൽ 69 സീറ്റുകൾ വരെ ഇടതുമുന്നണിക്ക് ലഭിക്കാം. 1 മുതൽ 5 സീറ്റ് വരെയാണ് NDAക്ക് പ്രവചിക്കുന്നത്. 140 നിയമസഭാ മണ്ഡലങ്ങളിൽ 90,000-ഓളം സാമ്പിളുകൾ ഉപയോഗിച്ചാണ് സർവേ നടത്തിയത്. സോളാറിൽ ഉമ്മൻചാണ്ടിയെ കൊടുക്കുമെന്ന് പറഞ്ഞത് കേട്ടു. ഗണേഷിന്റെ മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗത്തിന്റെ മൊഴി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ ലൈംഗിക അപവാദ കേസിൽ കൊടുക്കാൻ സോളാർ കേസ് പ്രതിയുമായി KV ഗണേഷ് കുമാർ ഗൂഢാലോചന നടത്തിയത് കണ്ടെന്ന് ഗണേഷിന്റെ മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗത്തിന്റെ മൊഴി. SI സഞ്ജയ് ഖാനാണ് കൊട്ടാരക്കര ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ മൊഴി നൽകിയത്. 2001 മുതൽ 2004 വരെ ഗണേഷ് കുമാറിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്നു മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായ സഞ്ജയ് ഖാൻ. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് 2013 മന്ത്രിസഭയിൽ നിന്നും ഗണേഷ് കുമാറിന് രാജിവെക്കേണ്ടി വന്നിരുന്നു. തന്നെ തിരിച്ചെടുക്കാൻ ഉമ്മൻചാണ്ടിക്കും UDF നേതാക്കൾക്കും മേൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് പലപ്പോഴും ഗണേഷ് കുമാർ ആവശ്യപ്പെട്ടിരുന്നു. 2015 മെയ് മാസത്തിൽ ഗണേഷ് കുമാർ പത്തനാപുരം ഓഫീസിലേക്ക് തന്നെ വിളിപ്പിച്ചു. കോൺഗ്രസ് നേതാവ് CR നജീബിനൊപ്പമാണ് ചെന്നത്. ഓഫീസിൽ ചെല്ലുമ്പോൾ സോളാർ കേസ് പ്രതി അവിടെ ഉണ്ടായിരുന്നു. ഉമ്മൻചാണ്ടിയെ കൂടി കേസിൽ ഉൾപ്പെടുത്തണം, അല്ലെങ്കിൽ നമ്മുടെ പദ്ധതി ശരിയാകത്തില്ല, ബാക്കിയെല്ലാം തന്റെ കയ്യിലാണെന്ന് ഗണേഷ് കുമാർ അവരോട് പറയുന്നത് ഞങ്ങൾ കേട്ടു. മറുപടിയുമായി അവർ ഓക്കെ എന്ന് പറഞ്ഞ ശേഷം പോവുകയായിരുന്നു. തങ്ങളോട് സൗഹൃദത്തോടെയും അല്പം ഭീഷണിയുടെ സ്വരത്തിലുമാണ് ഗണേഷ് കുമാർ പിന്നീട് സംസാരിച്ചത്. തന്നെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ ഉമ്മൻചാണ്ടിയെ സഹിതം പീഡന കേസിൽ ഉൾപ്പെടുത്തി നാറ്റിക്കും. അടുത്ത തവണ LDF മുന്നണിയിൽ ചേർന്ന് വേണ്ടത് ചെയ്യും, അപ്പോൾ നമുക്ക് കാണാമെന്ന് ഗണേഷ് കുമാർ പറഞ്ഞു. വിവരം അന്ന് തന്നെ ഉമ്മൻചാണ്ടിയുടെ പേഴ്സണൽ അസിസ്റ്റന്റിനെ ഫോണിലൂടെ അറിയിച്ചെന്നും സഞ്ജയ് ഖാൻ മൊഴി നൽകി. സോളാർ കേസ് പ്രതിയുടെ കത്തിൽ ഉമ്മൻചാണ്ടിയെയും മറ്റും കൊടുക്കാൻ പ്രതിയും ഗണേഷ് കുമാറും ഗൂഢാലോചന നടത്തി 4 പേജ് കൂടി എഴുതി ചേർത്തെന്ന് ആരോപിച്ചാണ് കേസ്. അഭിഭാഷകൻ സുധീർ ജേക്കബാണ് ഹർജിക്കാരൻ. തെരഞ്ഞെടുപ്പ് കാലത്ത് വിചാരണ നിർത്തിവെക്കണമെന്ന ഗണേഷ് കുമാറിന്റെ ഹർജി കോടതി തള്ളിയിരുന്നു. SDPI പിന്തുണ തേടിയിട്ടില്ല. വാർത്താ സമ്മേളനത്തിൽ ചിലർ സീൻ സൃഷ്ടിച്ചുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. SDPIയുടെ പിന്തുണ അഭ്യർത്ഥിച്ചിട്ടില്ലെന്നും അത്തരം വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. 2016 നേമത്ത് BJPക്ക് അക്കൗണ്ട് തുറക്കാനുള്ള സാഹചര്യമാണ് കോൺഗ്രസ് ഒരുക്കിയത്. സാധാരണ നിലയിൽ BJP ജയിക്കേണ്ട മണ്ഡലമായിരുന്നില്ല നേമം. 2021 BJPയുടെ അക്കൗണ്ട് പൂട്ടിക്കുമെന്ന് LDF പറഞ്ഞു. BJP ജയിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ശക്തികൾ രാജ്യത്തും കേരളത്തിലുമുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. CPMന് നേരെയുള്ള ചോദ്യങ്ങൾ തീരുന്നേയില്ല. കുരുപൊട്ടിയ സഖാക്കളോട് മായാവിയിലെ ഡയലോഗാണ് പറയാനുള്ളത്. ഇതൊക്കെ എന്ത് പോടാ എന്ന സലിംകുമാർ. ഒരു സ്റ്റേജ് പരിപാടിയോടെ തന്റെ ഈ ഇലക്ഷൻ പ്രചാരണം അവസാനിപ്പിക്കണമെന്നാണ് കരുതിയിരുന്നതെന്നും എന്നാൽ അപ്പോഴാണ് മെസ്സിയുടെ കാര്യം പറഞ്ഞ് തന്റെ ഒരു പ്രസംഗം വൈറലായി പോയതെന്നും നടൻ സലിംകുമാർ. UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സംസാരിക്കുകയായിരുന്നു സലിംകുമാർ. മെസ്സിയുടെ കാര്യം പറഞ്ഞ പ്രസംഗത്തിന് ശേഷം എവിടെ കണ്ടാലും സഖാക്കൾ എന്നെയും മോനെയും തെറി വിളിക്കുകയാണ്. എന്റെ സിനിമ ഇനി കാണില്ല, എന്റെ തമാശ കണ്ടാൽ ചിരിക്കരുത് എന്നൊക്കെയാണ് അവർ പറയുന്നത്. എനിക്ക് കുരുപൊട്ടിയ സഖാക്കളോട് മായാവിയിലെ ഡയലോഗാണ് പറയാനുള്ളത്. ഇതൊക്കെ എന്ത് പോടാ. എന്റെ പേരിൽ കേസ് എടുത്തിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനിടെ മാനസിക വൈകല്യമുള്ളവരെ കളിയാക്കിയെന്ന് പറഞ്ഞാണ് കേസ്. ഞാൻ ആരെയും കളിയാക്കിയിട്ടില്ല. കാരണം ഊളംപാറ എന്ന് ഒരു ആശുപത്രി ഇല്ല. ഒരു പയ്യൻ അമേരിക്കയിൽ നിന്ന് വന്നിട്ട് അമേരിക്കയേക്കാൾ നല്ല സ്ഥലമാണ് കേരളമെന്ന് പറഞ്ഞുവെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അവനെ ഊളംപാറയിൽ കൊണ്ടുപോയി കാണുമെന്നാണ് ഞാൻ പറഞ്ഞത്. ഊളംപാറ എന്നൊരു ആശുപത്രിയുമില്ല, അങ്ങനെ ഒരു പയ്യനുമില്ലെന്നും സലിംകുമാർ വ്യക്തമാക്കി. ഇതിനിടെ യുവനടിയുടെ പീഡന പരാതിയിൽ സംവിധായകൻ രഞ്ജിത്ത് അറസ്റ്റിലായി. സംവിധായകൻ രഞ്ജിത്ത് പീഡന പരാതിയിൽ അറസ്റ്റിൽ. യുവനടിയുടെ പരാതിയിലാണ് അറസ്റ്റ്. എറണാകുളം സെൻട്രൽ പോലീസാണ് കേസെടുത്തത്. ഇടുക്കി SPയുടെ നിർദ്ദേശപ്രകാരം തൊടുപുഴയിൽ വച്ചാണ് അറസ്റ്റ്. 2 ദിവസം മുൻപ് നടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയിരുന്നു. മൊഴിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് പോലീസ് അറസ്റ്റിലേക്ക് കടന്നത്. രഞ്ജിത്ത് ഇപ്പോൾ സംവിധാനം ചെയ്യുന്ന സിനിമയിൽ അഭിനയിക്കുന്ന നടിയാണ് പുതിയ പരാതിക്കാരി. നിലവിൽ ചിത്രീകരണം നടക്കുന്ന സിനിമ ലൊക്കേഷനിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നാണ് പരാതി. DGPക്കും മുൻ SITക്കുമാണ് നടി പരാതി നൽകിയത്. പരാതി സിറ്റി കമ്മീഷണർ കാളിരാജ് മഹേശ്വറിന് കൈമാറുകയായിരുന്നു. കേസെടുത്തതും തുടർ നടപടികളും അതീവ രഹസ്യമായിട്ടായിരുന്നു.